അപ്പൊ ഇതാണ് നിങ്ങളുടെ കിളിവീട് അല്ലേ? അതെ. ഇനി ചേച്ചി പൊക്കോ. ഞാനെവിടെ പോവാനാ? എന്റെ പേഴ്സ് പോയ സ്ഥിതിക്ക് ഇനിയിപ്പോ ചാച്ചനെ കണ്ട് പൈസ മേടിച്ചിട്ടല്ലേ പോവാൻ പറ്റൂ. ചേച്ചിയെ കണ്ടാ പിന്നെ ചാച്ച ഞങ്ങളെ പൊരിക്കും. ഞാൻ ഐസ്ക്രീം മേടിച്ചു തന്നതല്ലേ കുട്ടാ, പ്ലീസ്. പാവം ചേച്ചിയാ, എനിക്ക് ഇഷ്ടപ്പെട്ടു. നമുക്ക് ഇവിടെ നിർത്തിയാലോ? അയ്യോ ചാച്ചൻ, ഇനിയിപ്പോ എവിടെ പോയാ തിരക്കുന്നേ? ഞാൻ പറഞ്ഞിരുന്നല്ല അവരെ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന്. ഞങ്ങൾ ശ്രദ്ധിച്ചിരുന്നു, പക്ഷേ എങ്ങനെ മിസ്സായെന്ന് മനസ്സിലാവുന്നില്ല. നിങ്ങൾ ഇത്ര ഇറസ്പോൺസിബിൾ ആണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ പിള്ളേരെ അങ്ങോട്ട് അയക്കില്ലായിരുന്നു. ടീച്ചർമാരാണെന്ന് പറഞ്ഞ് അണിഞ്ഞൊരുങ്ങി നടന്നാ പോരാ. ഒരു മിനിറ്റ്. നിങ്ങൾ മ്യൂസിയത്തിൽ നിന്ന് എങ്ങോട്ടാ പോയത്? എങ്ങും പോയില്ല. പിന്നെ ഇതിനകത്ത് എങ്ങനെ കയറിയത് നിങ്ങള്? ചോദിച്ചു കേട്ടില്ലേ? മ്യൂസിയത്തിൽ നിന്നപ്പോ പെട്ടെന്ന് അനുവിനൊരു തലവേദന വന്നു അല്ലേ? അല്ല, വയറുവേദനയായിരുന്നു. തലവേദനയും വയറുവേദനയും ഉണ്ടായിരുന്നു അല്ലേ? എന്നിട്ടെന്താ ടീച്ചർമാരുടെ അടുത്ത് പറയാഞ്ഞേ? അത്രയ്ക്കൊന്നും ഇല്ലായിരുന്നു ചാച്ച, അതുകൊണ്ട് അവരെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതി. ശരിയാണോ ഇവൻ പറഞ്ഞു? ശരിയാണോന്ന്? ശരിയാ ചാച്ച, സത്യമായിട്ടും ചെറിയ തലവേദന ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു അനുവിനെ വീട്ടിൽ കൊണ്ടുപോയി കിടത്തിയിട്ട് ചാച്ചൻ പറഞ്ഞ പോലെ ഇരുന്ന് പഠിക്കാന്ന്. ഇതിനാണോ ചാച്ചൻ ഞങ്ങളെ വഴക്ക് കരച്ചിൽ നിർത്താൻ ഇനി മേലെ ഇങ്ങനെ എന്തെങ്കിലും ചെയ്താ? ഓ, ഇവിടെ എത്തിയോ മിസ്റ്റർ ബെന്നി? നിങ്ങൾ അല്പം മുമ്പ് പറഞ്ഞതിന്റെ മറുപടി ഞങ്ങൾ ഇപ്പൊ പറയുന്നില്ല. ഇനി ഇതുപോലെ എന്തെങ്കിലും ആവർത്തിച്ചാ അപ്പൊ ടീച്ചി എന്ന് പറഞ്ഞുവിടും. പറഞ്ഞേക്കാം. ബാ ടീച്ചറെ, നമുക്ക് പോവാം. എന്താ തൃപ്തിയായില്ലേ മിസ്സുമാരെ കൊണ്ട് ചാച്ചനെ വഴക്ക് കേൾപ്പിച്ചപ്പോ? ഇനി നിങ്ങളെന്നും ഒരു ഒറ്റ സ്ഥലത്തേക്ക് വിടത്തില്ല. കുറെ കളി കൂടുന്നുണ്ട് ഈടെയായിട്ട്. ഇതെങ്ങനെ ഇപ്പൊ ഓണായത്? തനിയെ ഓണായതോ? മാറേക്ക്. എന്താ ഞങ്ങള് ഹോംവർക്ക് ചെയ്യണോ പഠിക്കണോ? നിങ്ങൾ പോയിരുന്നു പഠിക്ക്. എന്താ പതിവില്ലാതെ ചോദിച്ചിട്ടൊക്കെ. അയ്യോ, പൊളിക്കണ്ട, അതാ വരുന്നു. എന്താ എന്താ കുഴപ്പം? ഞാൻ പറഞ്ഞു പെറുവിന്റെ പ്രസിഡന്റ് സർജോണ്ടർ വെർവില്യാണെന്ന്. വിനു പറയുന്നു ബട്ടർസ്കോച്ച് ആണെന്ന്. അനു പറയുന്നു ഡൊണാൾഡ് എന്ന്. ചാച്ചനറിയോ പെറുവിന്റെ പ്രസിഡന്റ് ആരാണെന്ന്? പെറുവിന്റെ അതെ, പെറുവില് പ്രസിഡന്റ് ഇല്ല, അവിടെ പട്ടാള ഭരണോ? അത് പാകിസ്ഥാനിലാ. പെറുവിലും പട്ടാള ഭരണം തന്നെ. ഇന്ന് മുതൽ തുടങ്ങി. എന്താ കുഴപ്പമുണ്ടോ? പോയിരുന്നു പഠിക്കണം. ചെല്ലു. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചോദിച്ചോണ്ട്. ഹലോ, ഗുഡ് മോർണിംഗ് എവരിബഡി. വാ വാ എണീക്ക്, സ്കൂളിൽ പോണ്ടേ? എടാ ചിന്നു, അനുക്കുട്ടി, വാ വാ എണീക്ക് എണീക്ക്. ആരും ഹോംവർക്ക് ഒന്നും ചെയ്ത് കാണത്തില്ലല്ലോ അല്ലേ? ചെയ്യല്ലേ കേട്ടോ. എവിടെ സയൻസ് നോട്ടൊക്കെ? ഒരു ബുക്ക് വെച്ചടത്ത് കാണത്തില്ല. കുറച്ച് ബുക്ക് അവിടെ, കുറച്ച് ബുക്ക് ഇവിടെ. ചാച്ചന്റെ നല്ല മക്കളല്ലേ? വാ എണീക്ക് എണീക്ക് എണീക്ക്. ചാച്ചന് ഓഫീസിലും പോകാനുള്ളതാ. ബോക്സ് കാലി. പെൻസിൽ മൂർച്ച വരുത്തി വെക്കണമെന്ന് പറഞ്ഞാൽ വെക്കരുത് കേട്ടാ. ഹോംവർക്ക് എല്ലാം ചെയ്തിട്ടുണ്ടോ? ശാരദ ടീച്ചർ ഇന്നലെ കൂടെ പറഞ്ഞോളൂ, മക്കള് നല്ലപോലെ ഹോംവർക്ക് ചെയ്യണ കൂട്ടത്തിലാണ് കേട്ടോ. എണീറ്റ അങ്ങോട്ട്. ഇതിങ്ങനെ താമസിച്ചാ എങ്ങനെയാണ്? നേരത്തെ എണീറ്റാ നേരത്തെ പോവാം. റെഡിയാകും. എടാ ചിനു, നോട്ട് ബുക്കിന്റെ പുറത്ത് സബ്ജക്റ്റിന്റെ ഹെഡിങ് എഴുതി. നീ എപ്പോഴാ ബാത്റൂമിലേക്ക് പോയത്? കുറച്ചു മുമ്പേ. അപ്പൊ അവിടെ കിടന്നതോ? ഞാനാ. അപ്പൊ ബാത്റൂമിലേക്ക് പോയതോ? അതും ഞാനാ. ഞാൻ നോക്കുമ്പോ 3 ആള് ഇവിടെ കിടപ്പുണ്ടല്ലോ. പിന്നെ നീ മാത്രം ബാത്റൂമിലേക്ക് പോയി ഞാൻ കണ്ടില്ലല്ലോ. എല്ലാരെയും കാണിച്ചോണ്ടാ ബാത്റൂമിൽ പോണേ. എന്താ ചാച്ചാ? അയ്യേ. ഇനി ചാച്ചന്റെ മുന്നിൽ കൂടെ പോണത് ഞങ്ങള് കണ്ടായിരുന്നല്ലോ. ചാച്ചന്റെ മനസ്സിപ്പോ ഇവിടെ ഒന്നും അല്ല അല്ലേ? ഇന്നാള് സ്കൂളിൽ വെച്ച് കണ്ടാ പിശാചിയായിരിക്കും.
എടി നുണച്ചിപ്പാറു നീ ഓരോ ഗോളി പിടിച്ചെടുക്കണം അവിടെ ഇരിക്കടി. അവിടെ നിൽക്കാൻ. ആ ഉണ്ണിയേട്ടൻ വരുന്നതിന് മുമ്പ് കഴിച്ചോ. വേഗം കഴിക്കേ. പാമ്പുകൾക്കാണ് മോനെ നീ പാല് കൊടുക്കുന്നത്. ഉണ്ണിയങ്കിൾ ഇനി ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ. പറഞ്ഞെന്താടാ നീ എന്റെ അടുത്ത് വിഴുങ്ങോ? ആ ചിലപ്പോ വിഴുങ്ങും. വിഴുങ്ങ് വിഴുങ്ങ് വിഴുങ്ങ്. രാവിലെ തന്നെ തുടങ്ങി ഒന്നും രണ്ടും പറഞ്ഞു. ആ ഒരു ഷീറ്റ് വന്നേ. ഉണ്ണിയേട്ടാ ഞാനിന്ന് വരാൻ അല്പം വൈകും. എങ്ങോട്ട് പോകുന്നു? ഇന്ന് സൈറ്റാ. സൈറ്റാ? ആ സൈറ്റ് അല്ല, വർക്ക് സൈറ്റ്. ആ ഞാൻ ഇല്ലാന്ന് കരുതി ആരും സന്തോഷിക്കൊന്നും വേണ്ട. സ്കൂളിൽ നിന്ന് വന്നാൽ നേരെ ഇരുന്ന് പഠിച്ചോളണം. ഇതൊന്നും പഠിച്ചോണ്ടൊന്നും വലിയ കാര്യമില്ല. ഒക്കെ പരുന്തും കാലേ പോവാനുള്ളതാ. എന്താണോ വിളിച്ചേ? അയ്യോ എന്തൊരു തൊലിക്കട്ടി. അത് തനിക്ക് ഇപ്പോഴാണോ മനസ്സിലായത്? ഇപ്പോഴേ മനസ്സിലായുള്ളൂ. ടെസ്റ്റ് ചെയ്ത് ഇപ്പോഴാ. കാണ്ടാമൃഗം തോറ്റു പോവും. ബസ് തോട്ടിലേക്ക് മറിച്ച് 40 പേര് മരിച്ചു. ഡ്രൈവർ എന്റെ സ്റ്റുഡന്റ് ആണോ? ആരാ എന്റെ ഗ്ലാസ്സിലിരുന്ന് പാലെടുത്ത് കുടിച്ചത്? എന്താണോ എനിക്ക്? കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പേ പാല് സാമ്പാറായി. ഇക്കണക്കിന് നിന്റെ കൊമ്പി കുഞ്ഞി നിന്നാ നീ പിള്ളേരോട് ഇങ്ങനെയാണ് സംസാരിക്കുന്നത്. പിന്നെ എങ്ങനെ സംസാരിക്കണം ഈ വാനരന്മാരോട്? എന്താ തന്റെ പ്രശ്നം? എന്റെ പാലടിച്ചു മാറ്റി. ആര്? ദേ മുമ്പിലിരിക്കല്ലേ, ചോദിച്ചു നോക്ക്. ആരാടാ പാലടിച്ചു മാറ്റിയത്? അയ്യോ ഇന്നസെന്റ് ഡിസിപ്ലിൻ കണ്ണു മുടിച്ചിരിക്കുന്നുണ്ടില്ലയോ? ഇവരിൽ ആരോ ആണ് പാല് സാമ്പാറാക്കിയത്. എടാ നീയാണോ? ചാച്ചാ ഞങ്ങൾ എടുത്തില്ല. ഉണ്ണിയങ്ങൾ പാൽ കുടിക്കുന്ന ഞാൻ കണ്ടതാണല്ലോ. ഒരു ഗ്ലാസ് പാലോടി വേണേ ചോദിച്ചാ പോരെ? കൊതിയാ. ഞാൻ പറഞ്ഞ കൂടിപ്പോ. അതെ ഇനി ഞാൻ ഇവിടെ നിന്ന് ശരിയാവൂല. ഞാൻ അടുക്കളയിൽ പോയി പോൾ ചെയ്തോളാം. ആ അതാ നല്ലത്. ആ ഇത് കഴിക്കാമല്ലോ. നേരത്തെ വരണം, നമുക്ക് ഇന്ന് അടിപൊളിയാക്കാം. ചേച്ചി ഇന്ന് സ്കൂൾ ഉച്ചവരെ ഉള്ളൂ. ആ റെഡിയായോ? ഉച്ചക്ക് എന്താ കഴിക്കാൻ വേണ്ടത്? എന്താന്ന് പറ.
വാങ്ങിച്ചു കൊട്, ഓരോ പൈന്റ് വീതം 3 എണ്ണത്തിനും. ഇനി അതിന്റെ കുറവേ ഉള്ളൂ. തൊട്ട് നോക്കാൻ വല്ലതും വേണോ? കൊണ്ട തരാം. പെട്ടെന്ന് പറഞ്ഞപ്പോ തെറ്റിപ്പോയതായിരിക്കും ചാച്ചാ. അയ്യോ അസല് വിത്തുകള്. നീ വാ. പിന്നെ എന്താ വേണ്ടെന്ന് വെച്ചാ പറ. ബിരിയാണി മതി. ആരാ അത് പറഞ്ഞത്? ഞാനാ. എന്താ നിന്റെ ശബ്ദത്തിന് ഇത്ര വെയിറ്റ്? അത് ബിരിയാണി ആയതുകൊണ്ട് ഇത്തിരി വെയിറ്റ് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു ചാച്ചാ. അല്ലേനു? ടിനു, ആ ഡോറ് ക്ലോസ് ചെയ്ത് വേഗം വാ. ഒന്ന് വേഗം പാടോ, എന്റെ സ്റ്റുഡൻസ് ഇവിടെ കാത്തിരുന്ന് മുഷി. ഡോ എവിടെ? ഡോ ഇവിടെ. എവിടെ? ഉച്ചയ്ക്ക് താൻ ആ ഷൺമുഖത്തെ എന്റെ അടുത്തേക്ക് പറഞ്ഞു വിടും. ബിരിയാണി അയാളുടെ കൊടുത്തു വിടാം. അവിടെ ആരും ഇല്ലല്ലോ. ആരോടാ രാറ്റ കാണിച്ചേ? വീടിന്. വീടിനോടോ? ആ വീടിന്. ഞങ്ങള് പോയി കഴിഞ്ഞാ പാവം ഒറ്റയ്ക്കല്ലേ. അയ്യോ കേറ് കേറ്. അയ്യോ സൂക്ഷിച്ച് തുറക്കണ്ടേ. കേറ് കേറ്. ഡിസിപ്ലിൻഡ് വോയിസ്. ഓ കാല് കാല്. ആ മേരിക്കുട്ടി, ഞാൻ ആനിയാ. ഞാൻ ബെന്നിയെ കണ്ടു. അതൊക്കെ ഞാൻ പിന്നെ പറയാം. അതേ ആളിപ്പോ പണ്ടത്തെ പോലെ ഒന്നല്ല, ഭയങ്കര ചൂടനാ. ഇല്ല, ഞാൻ എങ്ങനെ ഇവിടെ വന്നു എന്ന് ബെന്നി അറിഞ്ഞാ വീട്ടിലറിയിക്കും, ഉറപ്പാന്നേ. അതോണ്ട് തൽക്കാലം വേണ്ടാന്ന് വെച്ചു. കുറച്ചുകൂടി കഴിയട്ടെ, ഞാൻ പിന്നെ വിളിക്കാം. ബൈ.